അതായത് ഈ സാധനം ഉണ്ടല്ലോ. നമുക്ക് നമസ്കാരം. ഈ സാധനം എന്താ ഇതിങ്ങനെ തുറക്കുക, അറിയാലോ, ഇങ്ങനെ തുറക്കുക. തുറക്കുന്നത് മാത്രമല്ല, ഇതിന്റെ ഇവിടെ നോക്കിയാൽ കാണാം ഒന്ന്. ഓക്കെ, ഒന്ന് ഇതിണ്ടാവും. ഇതിന്റെ ബാക്ക് ഭാഗം നോക്കിയാൽ കാണാം 199 കാണുള്ളൂ, 200 ഇവിടെ ഉണ്ട്, 200 അവസാനമാണ്. ഓക്കെ, അപ്പൊ ഈ സാധനം നമ്മൾ ചിന്തിക്കണം എന്താ വെച്ചാൽ ഇതിവിടെ ഒന്ന്, ഇവിടെ ഒന്നാണ്. ഓക്കെ, ഇതിങ്ങനെ മടക്കി, മാജിക് അല്ല, മായാജാലമല്ല, ഇതിങ്ങനെ മടക്കി തിരിച്ച് ഞാൻ ഉണ്ടോ ഇതിന്റെ ഇപ്പുറത്തെടുത്തു, ഇവിടെ ഒന്നാണ്. ഓക്കെ, ഇനി ഇവിടെ വെച്ചു, തിരിച്ചിങ്ങോട്ട് തിരിച്ചു, ഇവിടെ വെച്ചു. അപ്പൊ ഇതിന്റെ ഈ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ ഒന്നുണ്ടാവും, ഇതിന്റെ ഈ ഭാഗത്ത് നോക്കിയാലും നമുക്ക് ഒന്ന് കാണാൻ കഴിയും. അതായത് ഇതിന്റെ നേർപകുതി ഇങ്ങനെ വരിക, നേർപകുതി വരുമ്പോൾ ഇതുപോലെ വരും, നേർപകുതി. അതാണ് ഇപ്പൊ നേർപകുതി. ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 3. ഓക്കെ, അതാണ് നേർപകുതി. അപ്പൊ ഇത്രേ നമുക്ക് ഉപയോഗമുള്ളൂ. ഓക്കെ, നമുക്ക് ഇത്ര ഉപയോഗമുള്ളൂ. അപ്പൊ ഇത് ലൈഫ് കിട്ടുകയെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പൊ 3 അടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിക്കോളൂ. അപ്പൊ നമ്മള് ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബാലൻസിങ്, അതിന് ഒരു കാര്യത്തിന് അതിപ്പോ നമ്മളിവിടെ കട്ട് ചെയ്യണം. അപ്പൊ ഇതിന് ഈ ബാലൻസിങ് വേണം. ഈ ബാലൻസിങ് ആണ് നമ്മളെ കണ്ണിന്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മളിപ്പോ ടാബിള് നമ്മൾ ഗ്ലാസ് ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടാബിൾ ലെവലാണ്, നമുക്കൊരു ഐഡിയ ഉണ്ടാവും ലെവലാണെന്നല്ലോ. അപ്പൊ നമ്മളിത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു ബാലൻസിങ് ഒരുപാട് തുറക്കണ്ട, ആവശ്യത്തിന് തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കട്ട് ചെയ്യണം. അതായത് ഇതിപ്പോ ഇത്രയും പുറത്തേക്ക് വേണം. അപ്പൊ ഇതൊരു ബാലൻസിങ് ആയി. അത് നമ്മള് ഇതിവിടെ പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബാലൻസ് അറിയില്ല, മനസ്സിലായില്ലേ? ഇവിടെ പിടിച്ച് കട്ട് ചെയ്താൽ ഇതിന് ബാലൻസ് അറിയില്ല, കാരണം ഇതിവിടെ ബാലൻസ് അറിയില്ല, എങ്ങനെയാണെന്നില്ല അറിയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് പിടിക്കുമ്പോൾ ഇതിന് ശരിയായ വശമാണ് ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് വേണം. അതാണ് ഇതിന്റെ ബാലൻസ്, ഒരു തൂക്കം. എന്നിട്ട് കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് അപ്പൊ നമുക്ക് സ്കെയില് മൊത്തത്തിൽ നമുക്ക് കാണും, കണ്ണോട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കാണും, നമ്മൾ നേരെ ഇത് കട്ട് ചെയ്യാൻ കഴിയും, മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഇവിടെ പിടിച്ച് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണില്ല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ അളവ് കുത്തിയെടുക്കാനും എന്താക്കാൻ ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സാധനമാണ് ഇത്. എന്താ SE സർട്ടിഫിക്കറ്റ് ആണ്, CE സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് ആണ് സാധനം. ഉണ്ടോ, സർട്ടിഫൈഡ് സാധനമാണ്. അപ്പൊ ഇത് പെർഫെക്റ്റ് സാധനമാണ്, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഇവിടെ ഒരു ചെറിയ സാധനം ഉണ്ട്, അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അടക്കാണ് അളവ് വരിക. നമ്മൾ അളവ് കുത്തിയെടുക്കാൻ, അതുപോലെ നമുക്ക് 2 മീറ്റർ നമുക്ക് അളവ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 2 മീറ്ററിന്റെ അളവും നമുക്ക് ഇതിലെടുക്കാൻ പറ്റും. ഒരിക്കലും ഇത് അറിയാത്തോലെ കൈ കൊടുക്കരുത് കേട്ടോ, ഇത് ഇങ്ങനെയാണ് നിർത്തണ്ടേ. ഒരിക്കലും അറിയാത്തോലെ കൈ കൊടുക്കരുത്. ഇതിങ്ങനെ പിടിച്ച് നമുക്കൊരു അളവ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രെയിമിന്റെ ടേബിൾ കാണാൻ നമുക്ക് ഇങ്ങനെ പിടിച്ച് അളവ് എടുക്കാം, എത്ര വരിക നോക്കിയിട്ട് നമുക്ക് നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് അളവ് എടുക്കാം. ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടും, ടേബ് തിരിക്കേണ്ട ആവശ്യമില്ല, അളവെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ആക്കരുത്. ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വല്ല പതുക്കെ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, പിന്നെ മോയ്സ്ചറായിട്ട് കിടക്കരുത്, എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കുക, എണ്ണയും കാര്യങ്ങളൊന്നും ആക്കരുത്, കാരണം ഇത് കംപ്ലൈന്റ് ആവും. പിന്നെ ഇതിന്റെ ഈ മെക്കാനിസം ഇതിനുള്ളിലാണ്, ഇവിടെയാണ് ഇതിന്റെ മെക്കാനിസം, അതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ അളവ് വരുന്ന എങ്ങനെ വെച്ചാൽ 20, 20, 21, 22 വരെയാണ് ഇതിന്റെ എൻഡ് ടു എൻഡ് വരുന്നത്. പക്ഷെ 22 നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, 22 നമുക്ക് ഇങ്ങനെ വെക്കേണ്ടി വരും. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാണ് ഇതിന്റെ സംഭവം കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കല്. ഇത് ലെവല് ഇങ്ങനെ പിടിച്ചിട്ട് ലെവലിൽ ഉപയോഗിക്കുക. അപ്പൊ ഇതിങ്ങനെ നേരെ നിൽക്കും. ഓക്കെ, താങ്ക് യു.